ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അനഘ. സോ ഞാൻ ഇന്നൊരു കുഞ്ഞ് ബ്യൂട്ടി വ്ളോഗായിട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് അല്ലേ? ഞാനും അതെ കേട്ടോ. ഞാനും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് ഓരോന്ന് യൂട്യൂബും റീൽസും കണ്ട് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുന്ന ഒരു ടൈം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുഖമൊക്കെ ഭയങ്കര ബോറ് പോലെ പിമ്പിളൊക്കെ വന്നത് ഭയങ്കര ഇതൊക്കെ ആയപ്പോഴാണ് ഞാൻ ആയുർവേദത്തിലേക്ക് നീങ്ങിയത്. അങ്ങനെ കണ്ടുമുട്ടിയതാണ് ഞാനും കസ്തൂരി മഞ്ഞളും. ഓക്കെ, ഇതിപ്പോൾ ആയുർവേദം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഈ സംഭവം ഉണ്ടാവും. ഇനിയിപ്പോൾ വീട്ടിലില്ലാത്തവർക്ക് ഇത് പൊടിയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. സീരിയസ്ലി ഞാൻ പറയട്ടെ, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്തൊരു കുരുവില്ല. ഓക്കെ, ഞാൻ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ഞാൻ മേക്കപ്പായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ആകെ ഞാൻ ഈ ഒരു പരിപാടി യൂസ് ചെയ്യും. എൻ്റെ സ്കിൻ ഇപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ടൈം വരെ ഞാൻ വിചാരിച്ചു ഇത് വെളുക്കാനാണ് യൂസ് ചെയ്യണം. ഇത് തേച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിന്നേക്കാളും ഞാൻ എൻ്റെ ഒറിജിനൽ സ്കിന്നേക്കാളും ഭയങ്കര വെളുപ്പൊക്കെ ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയാണ് ഗൈസ്. പക്ഷേ അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. എത്ര തേച്ചിട്ടും ഞാൻ എൻ്റെ ഒറിജിനൽ കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരിക്കലും ഗ്ലോ അല്ല, ഇതൊരിക്കലും വെളുക്കാൻ സഹായിക്കില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഒറിജിനൽ കളറിനെ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, ആൻഡ് ബ്രൈറ്റൻ അവർ സ്കിൻ. അത് തന്നെ ഒരു ലിമിറ്റ് വരെ നല്ല കാര്യമാണ് ഗൈസ്. നമ്മുടെ ഒറിജിനൽ സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും വലിയ കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും സെറ്റ് ആവുമോ ചോദിച്ചാൽ ഇത് എല്ലാവർക്കും സെറ്റ് ആവില്ല. ഇതെല്ലാവർക്കും സെറ്റ് ആവണമോ എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനത്തിലാട്ടോ എനിക്ക് ഈ സാധനത്തിൻ്റെ പേരൊന്നും അറിയില്ല. സോ ഇതിൽ ഉരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ കണ്ണിൻ്റെ താഴെ തേച്ച് നോക്കുക. ഒരു 1-1.5 ആഴ്ച നമ്മൾ തേച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുരു വരുന്നുണ്ടോ എന്തെങ്കിലും നമ്മൾ ആദ്യം നോക്കണം. നോക്കിയിട്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മുഖത്ത് തേച്ചാൽ മതി. ഇനി ഇത് ഒന്നും ചെയ്യാണ്ട് എല്ലാ ദിവസവും മുഖത്ത് തേച്ചിട്ട് ലാസ്റ്റ് എല്ലാ സ്കിന്നിനും അത് ഓക്കെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ആവും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഇവിടെ വരെ തേച്ചാൽ മതി. ഇവിടുന്ന് മുകളിലേക്ക് തേച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഹെയർസൊക്കെ വളരുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ തേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഹെയർസ് പിന്നെ ഗ്രോ ചെയ്യാനുള്ള ഇത് ഉണ്ടാവില്ല, ചാൻസ് കുറവായിരിക്കും. സോ ഒരു സ്ഥലം വരെ ഇതുവരെ നമ്മൾ തേച്ചാൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഹെയർസ് ഒന്നും വളരില്ല ഇവിടേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ഗ്ലോ ആവും എന്ന് വിചാരിച്ച് ആരും യൂസ് ചെയ്യണ്ട. ഒരു 10, 20, 25 മാക്സിമം 25 മിനിറ്റ് മാത്രം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം.